സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അല്ലേ ദേവു? ചാലഞ്ച് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അതെ, ദേവുവിന്റെ ഫുഡ് ചാലഞ്ച് ആണ് കേട്ടാ. ദേവുന്റെ രണ്ടാളുണ്ട്. എന്ത് ഫുഡാ? വൈറ്റ് കളർ ഫുഡ്, എന്താ പറയാ അങ്ങനെ, വൈറ്റ് കളർ ഫുഡ് ചാലഞ്ച്. അപ്പൊ ഇന്ന് സൺഡേ ആണ് കേട്ടാ. നിങ്ങൾ കാണുമ്പോ മൺഡേ ആവും. അപ്പൊ ഞങ്ങൾ ഇന്ന് ഫുള്ള് എന്താ വൈറ്റ് കളർ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ള ഒരു വീഡിയോ അല്ലേ? അപ്പൊ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയിലാണ് കേട്ടാ. പെട്ടെന്നുണ്ടായ ഒരു ഐഡിയ ആണ് കേട്ടാ. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നല്ല. അപ്പൊ നമ്മുടെ ചുരുങ്ങിയ സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഇന്ന് ഒരു ദിവസം വൈറ്റ് ഫുഡ് കൊണ്ട് ഓടിക്കാം എന്നുള്ളതാണ് അല്ലേ? അല്ല ദേവാ? അപ്പൊ വായു ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് കാണണ്ടേ? വായു നമുക്ക് കിച്ചണിലേക്ക് പോവാട്ടെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളപ്പം, ദോശ, ഇഡ്ഡലി, നൂൽപ്പിട്ട് എല്ലാം വൈറ്റാണല്ലേ? എല്ലാം വൈറ്റാണ്. പക്ഷെ അതൊക്കെ സാധാരണ ഒരു സാധനമായി പോയില്ല, സാധാരണ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയി പോയില്ല. അപ്പൊ ഇന്ന് നമ്മള് മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മൈദയും മുട്ട ഉപയോഗിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഒരു ദോശ എല്ലാവരും ഉണ്ടാക്കണത് തന്നെയാണ്. കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. മൈദ നല്ലതല്ലെങ്കിലും കൂടി വല്ലപ്പോഴും ഒരിക്കലല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ കുറെ ദിവസമായി മൈദ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട്. അപ്പൊ ഇന്ന് എന്തായാലും മൈദ സെലക്ട് ചെയ്തു. അപ്പൊ മൈദ വെച്ചിട്ടാണ് നമ്മള് ദോശ ഉണ്ടാക്കാൻ പോണത് കേട്ടാ. അപ്പൊ ഞങ്ങള് ആവശ്യത്തിന് മൈദ ഇടാണ്. ഞങ്ങള് 3 ആളുള്ളൂ, ഞാനും ദേവുട്ടിയും പാപ്പനും. അപ്പോൾ മൈദ, ഒരു കോഴിമുട്ട, ഒരു മുട്ട മതി കേട്ടാ. പിന്നെ പാകത്തിന് ഉപ്പ്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഇതേവോ? യെസ്. ഇതിലേക്ക് എന്താ കറി ഉണ്ടാക്കുക? ഇതിലേക്ക് നമുക്ക് മറ്റേ വെള്ള ചമ്മന്തി ഉണ്ടാക്കാം, ചട്നി. തേങ്ങാപ്പാല് നല്ല രസമാവും ഇതിലേക്ക് കേട്ടാ. അപ്പൊ തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. വൈറ്റല്ലേ? വെള്ളല്ലേ? അതെ. എന്തുകൊണ്ട് ഉണ്ടാക്കി കൂടാ? അപ്പൊ ദോശയും മുട്ട ദോശയും തേങ്ങാപ്പാലും. ഇത് മുട്ട ദോശയാ? മൈദ മിക്സ്ഡ് മുട്ട ദോശ. ഞാൻ ഇളക്കാം അമ്മ. വേണ്ട, നീ ആകെ പുറത്തേക്ക് കളയും. ദേവുട്ടീനെ കാത്തിരുന്നിട്ട് ഞങ്ങൾ നേരം വൈകിട്ടാ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിക്ക്. പിന്നെ ഇന്ന് ഞായറാഴ്ചയല്ല, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ദേവുട്ടി കരാട്ട ക്ലാസ് ഒക്കെ മിസ് ചെയ്തു. എണീക്കുന്ന സമയത്ത് നല്ല ഇരുട്ടടച്ച മഴ, 6 മണി സമയത്ത് നല്ല മഴ. അപ്പൊ മടി പിടിച്ച് അവിടെ കിടന്നു. പക്ഷെ ഞാൻ പറഞ്ഞുതരാം 6:30 ആകുമ്പോഴാണ് പോവാ. ആ സമയമാകുമ്പോഴേക്കും മഴ തുറന്നു ശാന്തായി. ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് 6 മണിക്ക് ഞാൻ അമ്മ വിളിച്ചിട്ട് ഞാൻ എണീറ്റു. എന്നിട്ട് നല്ല മഴ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മേനോട് കുറേ ചോദിച്ചു, ഇനി എണീപ്പിക്കരുത് പറഞ്ഞു. ഇനി എണീക്കണമെങ്കിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഇനി എണീപ്പിക്കരുത് 100 വട്ടം ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഉറങ്ങി. എന്നിട്ട് ഞാൻ സുഖനിദ്രയിലായിരിക്കുമ്പോൾ അമ്മ കറക്റ്റ് 6:30 വന്നിട്ട്, ദേവുട്ടി മഴ തുറന്നോടി എനിക്ക് ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞ പണിഷ്മെന്റ് ആണ്. അപ്പൊ പിന്നെ എന്തൊക്കെ എന്താവും പണിഷ്മെന്റ്? ചിലപ്പോ കുറച്ച് റൗണ്ട് കൂടുതൽ ഓടിപ്പിക്കും, എന്നിട്ട് ഒന്ന് ചീത്ത പറയും. അങ്ങനെ. പിന്നെ പുഷപ്പ് ഉണ്ടാ? ഏയ്. അപ്പൊ അവള് പറഞ്ഞു, ഇല്ല അമ്മ, ഇനി ഞാൻ പോയ പണിഷ്മെന്റ് എനിക്ക് കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ പോകില്ല. അതുകൊണ്ട് ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞ ആഴ്ച എന്തോ മടി പിടിച്ചതാ. ഞങ്ങള് അലാം വെച്ചിട്ട് അറിഞ്ഞില്ല, അടിച്ചില്ല. അതാണ് സത്യം. എന്തായാലും ഞാനല്ല കുറ്റക്കാരി. അപ്പൊ അച്ഛനോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനെ വിളിക്കാൻ വിട്ടുപോയിട്ട് അച്ഛൻ സൺഡേ എന്നുള്ള ഓർമ്മ മറന്നുപോയി. അപ്പൊ ഞങ്ങള് അങ്ങനെ ആ ദിവസത്തിൽ കരാട്ട ക്ലാസ് മിസ് ചെയ്തു. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇനി ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ദോശ കേട്ടോ. ഇനി ഒരു ദോശ റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത ദോശ ദേവുട്ടി ചൂടാട്ടാ. അതിന്റെ ഉള്ളിൽ അമ്മ നാളികേരപ്പാൽ എടുക്കാം. എന്റെ ദോശ ചിലപ്പോ റെഡി ആവില്ലേ? റെഡിയാവും. റെഡി ആയില്ലെങ്കിൽ അമ്മടേക്ക് തന്നെ കേക്കണേ. റെഡിയാവും. ഇത് എളുപ്പ സിമ്പിളാ. ചിമ്പള ടിപ്പ്.
മറിച്ചിട്ട് കൊടുക്കാം. ഇത് കാണാൻ രസമുണ്ട് അല്ലേ? അപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടാ. നല്ല മൈദയല്ലേ, സോഫ്റ്റ് ഉണ്ടാവും. ഞങ്ങളിനി ഇങ്ങനെ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ട് വരാട്ടെ ഫ്രണ്ട്സ്. അതും കൂടി തേങ്ങാപ്പാലും കൂടെ എടുക്കട്ടെ. അപ്പം തേങ്ങാപ്പാൽ എടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഫുഡൊക്കെ റെഡി ആയിട്ടാ. ദോശയൊക്കെ ഇവിടെ ചുട്ടു. അവസാനത്തെ ഒരു കുഞ്ഞു ദോശയാണ് കേട്ടാ. അതെ, ദേവുവിന് കുഞ്ഞു ദോശ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ നമ്മുടെ തേങ്ങാപ്പാല്. ചായയും കാപ്പിയും പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ പാലല്ല, പാലും വെള്ളം. ഞങ്ങളുടെ അവിടെ അങ്ങനെ പാലും വെള്ളം എന്ന് പറയും കേട്ടാ. അപ്പം ഞങ്ങൾ സെറ്റായിട്ടുണ്ട്. ഇനി ദേവുട്ടി എടുത്തോ, ദോശ എടുത്തിട്ടോ. ആദ്യം ഒരു ദോശ, വലിയ ദോശ എടുക്ക്. 2 ദോശ ഇങ്ങനെ ഇട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതെന്തായിരുന്നു അമ്മ? തേങ്ങാപ്പാല്. തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ച് നല്ല ദോശ എടുത്തിട്ടപ്പോണ്ടല്ലോ, നല്ല മുട്ട ദോശ. നമ്മൾ മുട്ടപ്പത്തിരി ഒക്കെ ഉണ്ടാക്കില്ലേ, അതിന്റെ ഒരു സ്മെല്ലില്ലേ, മുട്ടയുടെ ഒരു സ്മെല്ലില്ലേ, ആ സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് കേട്ടാ. ദേവനെടുത്താ അമ്മയ്ക്ക് ദോശ എടുത്തിട്ടപ്പോ എടുത്തു. എനിക്ക് തോന്നി തിന്നാൻ പോവാണേ. കഷ്ണം ദോശ പൊട്ടിച്ച് ഇങ്ങനെ ചാറിന് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കും വായിരിക്കേ. പാലില് മധുരം കറക്റ്റാ? കുറവാ? കുറച്ച് കുറവാണ്. നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. ഇടണ പഞ്ചസാര ഇടണ കുട്ടിക്ക് ദോശയുടെ മേലെ ഇട്ടരണ. ഞാൻ ദേവുവിന് ഒരു തരി പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ. അച്ചാച്ചനൊക്കെ മധുരം കുറവാണ്. അപ്പം ഞാൻ പിന്നെ പാലിലധികം മധുരം ഇടാൻ നിന്നില്ല. രസമുണ്ടാ? ടേസ്റ്റ് ഉണ്ടാ? സൂപ്പറായിണ്ടാ? ഇന്ന് ഫുള്ളേ ദേവുട്ടിയുടെ ഒരു ചലഞ്ചാണ്. വൈറ്റ് ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. ആ ശരി. ആ ഒരു ദോശ പൊന്തിച്ച പാപ്പ. ദോശ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും ഫ്രണ്ട്സ്. ഞാനും കഴിക്കട്ടെ കേട്ടോ, ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. എനിക്ക് ഈ മണം കേൾക്കുമ്പോഴേ കൊതി വന്നിട്ട് നിൽക്കാൻ വയ്യ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുട്ടപ്പത്തിരി, മുട്ട മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാനും ഇത് കുറേ ദിവസമായിട്ട് കഴിച്ചിട്ട്. ഇപ്പം അടുത്തൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ കഴിച്ചു നോക്കട്ടെ കേട്ടോ. മുട്ട മാവ് കഴിക്കാം. മിക്സിയിലിട്ട് അടിക്കൊന്നും ചെയ്തില്ല. ആ മുട്ടയുടെ ടേസ്റ്റൊക്കെ നന്നായി അറിയുന്നുണ്ട് കേട്ടോ. ഞാനൊരു മുട്ട ഇട്ടുള്ളൂ. 2 മുട്ട വേണ്ടവർക്ക് 2 മുട്ട ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒന്നുകൂടി നന്നായി എടുത്തറിയും. എന്നാലും ഒരു മുട്ട ചേർത്തിട്ടും നല്ല ഫ്ലേവർ ഉണ്ട്. സൂപ്പറാണ് കേട്ടോ. ഇന്ന് ഫുള്ള് പാലിന്റെ കളിയാ. പാലിന്റെ കളിയല്ല, ഉച്ചയാകുമ്പോഴേക്ക് എന്ത് ചെയ്യും. ഞങ്ങളങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചതാ. ഇങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്തുന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കായിരുന്നു. അപ്പൊ അതൊന്നും ഇല്ല. അപ്പൊ നമ്മള് വീട്ടിലെന്താണുള്ളത് അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പൊ പാപ്പ ദോശ എങ്ങനെയുണ്ട്? മുട്ട ദോശ നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചാച്ചനെ കാണിക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. പുതിയ ഐഡിയ പോലെ എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയില്ല. നമ്മള് കാണിക്കുന്ന വിദ്യാലയൊന്നും അവര് കണ്ടിട്ടുണ്ടാവില്ല കേട്ടാ. അവര് മെയിനായിട്ട് ദോശ, ഇഡ്ഡലി, ചപ്പാത്തി അങ്ങനത്തെ ഒക്കെ ഉള്ളത്. ദോശ, ഇഡ്ഡലിയാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ അവിടെ മദ്രാസിൽ ഉണ്ടാക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വൈറ്റ് ഫുഡ് എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വരാം കേട്ടാ. ഇത് വേവാ. യെസ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ലഞ്ച് ടൈം ആയിട്ടാ. അപ്പൊ നമ്മൾ ലഞ്ച് കഴിക്കാതിരിക്കുകയാണ്. ലഞ്ചിന് എന്തൊക്കെയാണ് റെഡിയാക്കിയിരിക്കണമെന്ന് കാണണ്ടേ. പ്രത്യേകിച്ച് അധികമൊന്നുമില്ല. അതെ, എന്താന്നുള്ളത് കാണാട്ടാ. വെള്ള കളറ് തേങ്ങ ചമ്മന്തി ഉണ്ട്. വൈറ്റ് കളർ ചമ്മന്തി ഇട്ടാ. ഇത് ഞാൻ വെള്ള കടലാസ മുളക് കൊണ്ട് പൊടിച്ച ചമ്മന്തിയാണ് കേട്ടാ. മുളക് പൊടി, വെള്ള മുളകില്ലേ
വെള്ളമുളകിനെ കടലാസ് മുളക് എന്നാ പറയാ. ഞങ്ങളുടെ അവിടെ അങ്ങനെയാണ് കേട്ടോ പറയാ. പിന്നെ വളരെ റയറായി കിട്ടുന്ന ഭയങ്കര റയറാണ്, കിട്ടുമെന്ന് തന്നെ അറിയില്ല. ഉപ്പാണ്. ഉപ്പ് ഞാൻ തൈരിൽ ഉപ്പിട്ടിട്ടില്ല, അതിന് വേണ്ടി കൊടുന്ന് വെച്ചതാണ് ഉപ്പ്. ദേവ് കളിയൊക്കെ കേട്ടോ ഞാൻ ഉപ്പ് പാത്രത്തിലിട്ടപ്പോഴേ. പിന്നെ തൈര്, പിന്നെ ചോറ്, ഇത്രയാണ് കേട്ടോ നമ്മള് ലഞ്ചിന് റെഡി ആക്കിയിട്ടുള്ളത്. വേറെ അധികം ഒന്നും റെഡി ആക്കിയിട്ടില്ല. അപ്പൊ ചമ്മന്തി എടുത്ത ദേവുവോ? ഒരു സ്പൂൺ ചമ്മന്തി ഇങ്ങനെ എടുത്ത് ചോറിന്റെ സൈഡിലേക്ക്. തൈരും ചമ്മന്തിയും കൂട്ടി കുഴച്ച് ഉണ്ണണം. എനിക്കിഷ്ടമല്ല തൈരും ചമ്മന്തിയും. ഞാൻ കഴിച്ച് കാണിച്ചു തരാം. കോമ്പിനേഷൻ ഞാൻ ചമ്മന്തി മാത്രം കൂട്ടി കഴിച്ച് കാണിച്ചു തരാം. എനിക്കിഷ്ടമാണ് ഈ ചമ്മന്തി ചോറ്. മുട്ട പൊരിക്കായിരുന്നു അല്ലേ? മുട്ടയിലെ മഞ്ഞ പാടില്ല, വെള്ളം മാത്രമേ പാടുള്ളൂ. അത് മടിച്ചിട്ട് ഞാൻ പൊരിക്കാണ്ടിരുന്നതാണ് കേട്ടാ. അത്ര ഇതൊന്നുമില്ല, സാധാ തിന്നാണ് പോലെ തന്നെ. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് തൈരും ചമ്മന്തിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ആഴ്ചയിൽ ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇടയിൽ കഞ്ഞി ഉണ്ടാവും. കഞ്ഞിയുള്ള ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ കഞ്ഞി, കടലുപ്പേരി, പിന്നെ ഇതുപോലെ തേങ്ങാ ചമ്മന്തി, ഈ തൈരല്ല കുറച്ച് വെള്ളമായിട്ടുണ്ടാവുക, മോര് മാതിരി ഉണ്ടാവുക, അതാണ് കേട്ടോ. അതുള്ള ദിവസം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇഡ്ഡലി ദോശയെങ്ങാറ്റൊക്കെ ഇഷ്ടം ഈ കഞ്ഞിയുള്ള ദിവസമാണ്. ഈ കഞ്ഞിയിൽ കടലുപ്പേരിയും ചമ്മന്തിയും ആ മോരും കൂടി ഒഴിച്ചാണ്ട് കരക്കി തിരുമ്പി കഴിച്ചാണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്നറിയോ. ഞങ്ങൾ വിചാരിക്കുക എന്നും കഞ്ഞാവണേന്ന് വിചാരിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ, ഓരോ ദിവസം മാറി മാറിയിട്ടാവുക. അപ്പം എനിക്ക് എപ്പോൾ തൈരും ചമ്മന്തിയും കണ്ടാലും അതാണ് കേട്ടോ ഫസ്റ്റ് ഓർമ്മ വരിക. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. കുറച്ച് ചമ്മന്തി തൈരും കുറച്ച് ലൂസാക്കിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഇത് കട്ടി തൈരാ. ചമ്മന്തിയിൽ കുറച്ച് ഉപ്പ് കൂടിയ മാതിരി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തില്ല കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാലോ. നല്ല മണം ചമ്മന്തിയുടെ. ചമ്മന്തി ചോറും നമ്മളെ മലയാളികളുടെ ഒരു വികാരമാണല്ലേ. ഞാൻ വിചാരിച്ചേ കുറച്ച് ബിരിയാണി റൈസ് ഇരിക്കണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ നെയ്ച്ചോറ് വെക്കണ മാതിരി വെച്ചിട്ട് സാലഡും ചമ്മന്തിയും പൊടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പയ്യനെ വേറെ ഒന്നും കറി ഉണ്ടാക്കാനുള്ള ഇതില്ലല്ലോ, അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി ചോറും ചമ്മന്തിയും തിന്നണത് ഏറ്റവും ടേസ്റ്റി. ആ റൈസിൽ ചമ്മന്തിയും സാലഡും കൂട്ടി തിന്നണേക്കാട്ടും ടേസ്റ്റ് നമുക്ക് ചമ്മന്തിയും നമ്മുടെ നാടൻ ചോറും കൂട്ടി തിന്നണതാണ്. അപ്പം ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പോൾ സിമ്പിളായില്ല. പിന്നെ അധികം ചെയ്യാനും സമയം ഉണ്ടായിരുന്നില്ല. ദേവുട്ടിനെ വയലിൻ ക്ലാസ്സിനെ കൊണ്ടുവരണം. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ കുക്കിങ്ങും കൂടി ഇട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ഒതുക്കി. അപ്പോൾ ഞങ്ങളിനി വൈറ്റ് ഫുഡ് കഴിച്ചിട്ട് വരാം അല്ലേ? കഴിച്ചിട്ട് വരാം. ഇന്ന് വാങ്ങിച്ചതോ പുളി. ദേവുവിൻ്റെ ചോറ് തീറ്റ കഴിഞ്ഞിട്ട് ദേവു ദാ ചമ്മന്തി എടുത്ത് തിന്നണു കേട്ടാ. പ്ലേറ്റ് കാലി. കറി വെച്ച് കൊടുത്തിട്ടാണ് ദേവുട്ടിയോട് ചോറിനാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ദേവുട്ടിയുടെ പ്ലേറ്റിൽ ചോറ് പകുതി ഇരിക്കുന്നുണ്ടാവും കേട്ടാ. ചമ്മന്തി ആയ കാരണം ക്ലീനായി. അപ്പം ഇനി നമുക്ക് ഈവനിങ് സ്നാക്സ് ടൈമിനെ കാണാം അല്ലേ ദേവാ? ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, അമ്മ അവിടെ ചായക്കുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ സ്പെഷ്യലാണ്, നമുക്ക് കാണാം. അപ്പൊ ഫ്രണ്ട്സ്, വൈകിട്ട് 4 മണിയുടെ ചായക്കുള്ള പരിപാടികളാണ് കേട്ടോ. ചായ കുടിക്കാൻ പറ്റില്ല, ബട്ട് അതിന് പകരം എന്തെങ്കിലും. അപ്പൊ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാൻ പോവാ. സ്നാക്സ് ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബ്രെഡ് വെച്ചിട്ട് ഒരു പുഡിംഗ് മാതിരി എന്നൊക്കെ പറയാം. ബ്രെഡും പാലും വെച്ചിട്ട് കുറെ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം. അപ്പൊ ഞാനിവിടെ ബ്രെഡിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡ് ബ്രൗൺ കളറിലൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് വൈറ്റ് കളറാക്കിയിട്ടുണ്ട്. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ വേണം. ബട്ടർ ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം. യെസ്. അപ്പം നമ്മുടെ ദോശ ചട്ടി ചൂടായിട്ടായിരിക്കും ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ അധികം വേണ്ട, ബട്ടർ കരിഞ്ഞു പോകും. ഇനി നമ്മൾ ഇതിൻ്റെ മേലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക. ഞാൻ എല്ലാം ഒരുമിച്ചിട്ട് ഞാൻ വെച്ച് കൊടുക്കണത്. ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാം ആക്കാനുള്ള പ്ലാനാണ്.
അല്ലെങ്കിൽ പിന്നെ പാല് കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഒരു ട്രിപ്പിലാക്കുമ്പോൾ നമുക്ക് കുറച്ച് ലാഭിക്കാം. അപ്പൊ ഇതൊരു ലവ് ഷേപ്പായി. പാല് ഞാനിവിടെ കാച്ചിയിട്ട് എന്താ പറയുക, കുറച്ച് മധുരം ഇട്ടിട്ട് കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് മധുരം വേണം. നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും ചേർക്കണമൊന്നുമില്ല. പാലില് പഞ്ചസാര ഇട്ടിട്ട് തന്നെ ചേർക്കണത്. അപ്പൊ പിന്നെ കാച്ചി വെച്ചിട്ടുണ്ട്. നമ്മൾ പാക്കറ്റ് പാല് പൊട്ടിച്ച് അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകും. എനിക്കൊരു പ്രാവശ്യം അനുഭവം ഉള്ളതാ. അപ്പൊ ഞാൻ കാച്ചി വെച്ചു. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവണം കേട്ടോ. ചൂടായതിന്റെ ശേഷം നമ്മൾ ഇതിന്റെ മേലേക്ക് ആ പാൽ ഒഴിച്ചു കൊടുക്കും, ഈ ബ്രെഡിന്റെ മേലേക്ക്. പാൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടാ. തീ നന്നായി കുറവിൽ ചെയ്താൽ മതി. ബട്ടറിന്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. സ്മെല്ല് ദേവൂന് ഒരു സ്മെല്ലും വരുന്നില്ലേ? ഇനി നമ്മളിത് ഈ പാലൊക്കെ നന്നായി വറ്റിയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. മറിച്ചിടാം, മെല്ലെ മറിച്ചിടുക, പൊട്ടാതെ. ഇത് കുതിർന്ന കാരണം പെട്ടെന്ന് പൊട്ടും. പിന്നെ ഗൈസ് ഇതിങ്ങനെ കാണുമ്പോൾ ബ്രൗൺ കളറൊക്കെ ഉണ്ടാവും. അത് മറിക്കാൻ വേണ്ടി നമ്മൾ സാധാ ബ്രെഡ് മുകളിൽ വെക്കും. അപ്പൊ വൈറ്റ് ആയല്ലോ. അങ്ങനെ വേണമെച്ചാ ചെയ്താൽ മതിയില്ല. അങ്ങനെ ഇതങ്ങനെ കഴിക്കാം. വൈറ്റ് കളർ ഫുഡ് ചാലഞ്ച് മറന്നു. ഇതിന് നമ്മൾ കളറൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത് മുരിഞ്ഞ ഒരു ഭാഗല്ലേ അല്ലേ? ഇനി നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പാലും കൂടി ഒഴിക്കുമ്പോഴേക്കും നമ്മുടെ ബ്രെഡ് ഫുള്ള് നന്നായി കുതരും. അതുകൊണ്ട് ഞാൻ അത്ര അങ്ങോട്ട് ചെയ്യണില്ല. കുറച്ച് ഇത് നന്നായി സോക്കായിട്ടുണ്ട്. ആവാത്ത ഭാഗങ്ങളിലേക്ക് മാത്രം. ആദ്യം പാൽ ഒഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പാല് കുറച്ചും കൂടി ഒഴിക്കണം എന്ന്. പക്ഷെ ഇപ്പോൾ ഇതാക്കുമ്പോൾ ഇത് കൂടിയ തോന്നുന്നു. മതി. ഇന്ന് ഫുള്ളൊരു പാലിൻ്റെ മഴയുള്ളതാണ്. എനിക്കാണെങ്കിൽ പാൽ അത്ര കിട്ട് എന്താ പറയാ, പാല് കുടിക്കാനല്ല ഇഷ്ടമില്ലാത്തുള്ളൂ. പാലുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ തിന്നാനും കഴിക്കാനും കുഴപ്പമില്ലല്ലോ. ഇനി ആ സൈഡും കൊണ്ട് നന്നായി ആയി വരട്ടെട്ടാ. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ചായക്ക് പകരം തിരിച്ചും പാലും വെള്ളം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ജ്യൂസ് ഐറ്റംസ് വേണ്ട. ചൂടായിട്ട് ഇപ്പം എന്തെങ്കിലും കഴിക്കണം. തണുത്തിരിക്കുന്ന അന്തരീക്ഷത്തിൽ ചൂടായിട്ട് കഴിക്കാനല്ല. അപ്പൊ തിരിച്ച് ഞങ്ങള് കാപ്പി ചായ ഇടുന്നില്ല, പകരം പാലും വെള്ളം തന്നെ കേട്ടാ. ഇവിടെ ഒരു മഴേൻ്റെ ഒക്കെ ഒരു ക്ലൈമറ്റ് ആണ് ഇന്ന്. ശരിക്കും പറഞ്ഞാൽ മഴ ദിവസം തന്നെയാണ്. സൺഡേ ആയിട്ട് വെയിലേ ഉണ്ടായില്ല. ഉച്ച നേരത്ത് കുറച്ചു നേരം ഒരു ചെറിയൊരു വെയിലിന്റെ നാളൊക്കെ വന്നിട്ട് പിന്നെ അത് അങ്ങനെ പോയി. മഴ എന്ന് പറയുമ്പോ അങ്ങനെ തോരാത്ത മഴയില്ല, ചാറി ചാരി നിൽക്കുക. ചെറിയൊരു ചാറല്, പിന്നെ നല്ലൊരു തണവൊക്കെ ഉള്ളൊരു വൈബാണ്. അപ്പൊ നമ്മുടെ ബ്രെഡ് ഇതാ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ആവും, നല്ല സോഫ്റ്റ് ആവും, നല്ല സോഫ്റ്റും പുഡിങ് പോലെയാവും. കുതിർന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അത്ര ഇങ്ങോട്ട് കുതിർത്തിയിട്ടില്ല. കാരണം ഇതെടുത്ത് പ്ലേറ്റിലേക്ക് ഇടുമ്പോഴൊക്കെ പൊട്ടും. അപ്പൊ ഞാൻ ഒത്തിരി അങ്ങോട്ട് ഇതാക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഒത്തിരി പാൽ ഒഴിച്ച് നന്നായി കുതിർത്തിയാലാണ് നല്ല ടേസ്റ്റ് ആയിട്ട് വരിക. മതിയല്ലേ? ഇത് പ്ലേറ്റിലേക്ക് വെക്കല്ലേ? യെസ്. നല്ല ഫ്ലഫി പോലെ കാണാൻ നല്ല രസമുണ്ടല്ലേ കാണാൻ. നല്ല കാണാൻ നല്ല ചന്തമുണ്ട്. നല്ല തിന്നാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് വേണം തിന്ന് കാണിക്കാൻ. ചൂടാറട്ടെ അല്ലേ? അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പാലും വെള്ളം ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ദേവു കഴിക്കാൻ പോവാനേട്ടാ ഫ്രണ്ട്സ്. കഴിക്കൂ. ടേസ്റ്റ് ഇങ്ങനെയുണ്ട്, ഇത് പറയൂ. ഇത് നല്ല സോഫ്റ്റാ, നല്ല ചൂടുണ്ട്. ചൂടാറിയില്ലേ?
ദിവസമുണ്ട്. മധുരം കുറവുണ്ടാ ദേവോനൊക്കെ ചിലപ്പോ കുറച്ച് മധുരം കുറവാവും. മധുരം കുറവ് ചെറുതായിട്ടുണ്ട്, പക്ഷെ അങ്ങനെ തിന്നും പറയുന്നില്ല. ടേസ്റ്റ് ഉണ്ടാ? വേണ്ട, ഞാൻ കഴിച്ചോണ്ട്. സൂപ്പറായിട്ടല്ലേ, കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സും കൂടിയാണ് കേട്ടാ. നടുവിലേക്കൊക്കെ വരുമ്പോ നല്ല ടേസ്റ്റ്. ഉറക്കെ പറയേ. നടുഭാഗല്ലേ അവിടേക്ക് നന്നായി കുതിർന്ന് നോക്കണത്. പാല് നന്നായി ആയോടുത്ത് നന്നായി നല്ല ടേസ്റ്റും ഉണ്ടാവും, പെട്ടെന്ന് നല്ല ഇതായിട്ട് കുതിർന്നിരിക്കുന്നുണ്ടാവും. ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടാ. മധുരം പാകാം. ഇനി അധികം മധുരമായി കഴിഞ്ഞാല് നമുക്ക് മട്ടിക്കും. ആ ബട്ടറൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ബ്രെഡ് ഇട്ടുള്ളത്, അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റും പാലും എല്ലാം കൂടി ആകുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ബട്ടറിന്റെ സ്മെല്ല് നന്നായിട്ടുണ്ട്, നല്ലതാ, നല്ല ടേസ്റ്റാ, സൂപ്പറായിട്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫുഡ് ചലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു ദേവാ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ തിന്നാലോ അല്ലേ? യെസ് യെസ്. പാൽപ്പാട. അപ്പൊ ഫ്രണ്ട് ക്യാമറ പിടിക്കും. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വൈറ്റ് ഫുഡ് ചലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യാട്ടോ. ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നും തിന്നണേക്കാട്ടും കുറച്ച് വെറൈറ്റി ചായക്കട്ടാ. ഉച്ചക്കൊക്കെ സാധാ പോലെ. അതെ. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.